നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് ഫിക്സ് ആയതാ. ഓ, വയറ് നിറച്ച് പായസവും കുടിച്ച് എന്നെ കുറെ പുകഴ്ത്തിയതോടെ ഉത്തരവാദിത്തം തീർന്നു അല്ലേ? എന്റെ റെസ്പോൺസിബിലിറ്റി തീരാത്തതുകൊണ്ടാണല്ലോ ഞാൻ മീറ്റിംഗിന് പോകുന്നത്. ഭാവിയിൽ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന പ്രോജക്റ്റാ, അതിനുവേണ്ടിയാ ഈ മീറ്റിംഗ്. ഓ, അപ്പൊ എന്റെ കാര്യം മറന്നു. അമ്മയും നിഖിലിനെയും കൂട്ടിക്കൊണ്ടുവരാൻ പോണോന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഓ ഞാനത് മറന്നു. അല്ലേലും എന്റെ കാര്യമല്ലേ മറക്കാൻ പറ്റൂ. ആ എന്റെ നിധി, ഇത് തന്റെ കാര്യമല്ല, തന്റെ അമ്മയും അനിയനും എന്റേതും കൂടിയാ. ആ അവരെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അല്ല, തനിക്ക് കാർ ഓടിക്കാൻ അറിയോ? അല്ല, ഞാനെന്തൊരു മണ്ടനാ. പണ്ട് അമ്മയുടെ കാറ് 100 പറപ്പിച്ച് ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളല്ലേ താൻ. എന്താ, എന്നെ നിങ്ങളുടെ ഡ്രൈവറാക്കാനാണോ പുറപ്പാട്? അല്ലേ അല്ല, താൻ തന്നെ പോയി അമ്മയും നിഖിലിനെയും കൂട്ടിക്കൊണ്ട് വന്നാ മതി. ആ ഉടനെ തന്നെ തനിക്ക് ഞാനൊരു കാറ് വാങ്ങിത്തരാം. അപ്പൊ പിന്നെ ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? നിങ്ങൾ എനിക്ക് കാറല്ല ഫ്ലൈറ്റ് വാങ്ങി തന്നാലും ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ എന്റെ വീട്ടിൽ പോവും. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ മരുമോൻ തന്നെ വേണമെന്നാണ് എന്റെ അമ്മയുടെ ആഗ്രഹം. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ആ അതെന്ത് ചോദ്യവാറു, കേറുവാ. നിങ്ങളുടെ സംസാരം ഞാൻ കുറച്ച് കേട്ടു. ഇവള് പറഞ്ഞതാ ശരി. ചന്ദ്രികയെ നിഖിലിനെ വിളിക്കാൻ ഇവളുടെ ഒപ്പം നീയും കൂടെ പോയേ പറ്റൂ. അല്ല പാറു, വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞു മതി മീറ്റിംഗ്. ഭാര്യയ്ക്കാണ് പ്രാധാന്യം. അച്ഛനും അങ്ങനെ ആയിരുന്നോ? അതെ, ഞാനൊരു വര വരച്ച അതിനപ്പുറം കടക്കില്ല നിന്റെ അച്ഛൻ. ആ അതാണ് ആന്റിയുടെ അങ്കിളുടെയും വിജയരഹസ്യം. എങ്കി പിന്നെ നീ ഒരു വര വരയ്ക്കുമോളെ, അതിനപ്പുറം ഇവൻ കടക്കുമെന്ന് എനിക്കൊന്നും അറിയണല്ലോ. ഓക്കെ ഓക്കെ, പക്ഷെ ആ വര എവിടെ വരയ്ക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ശരി, എന്തായാലും നിധിയും പാറുവും വളരെ സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, ഞാൻ ഇനി അനുസരിച്ചില്ല എന്ന് വേണ്ട. ആന്റിയെ നിഖിലിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ മീറ്റിംഗിന് പോയിക്കോളാം. അവരെ വിളിച്ച് സമയം മാറ്റാൻ പറയാം. ശരി ശരി. അമ്മോളെ, അവന്റെ മനസ്സ് മറന്നതിന് മുമ്പ് നീ വേഗം റെഡിയായി പോകാൻ നോക്ക്. ശരി ആന്റി, താങ്ക്സ്. അതൊക്കെ പിന്നെ പറയാം, നീ ചെന്ന് വേഗം റെഡിയാവും. ശരി. യാമിനി. ആ നിഖിലേട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഏട്ടനും ചേച്ചിയും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആണോ? ഞങ്ങൾ അവിടെ വരാൻ കാത്തിരിക്കുക. ലഗേജൊക്കെ അടുക്കി വെച്ചു. ഇനി അമ്മാവനോടും അമ്മായിയോടും യാത്ര പറഞ്ഞാൽ മാത്രം മതി. ഏട്ടനും ചേച്ചി ഇവിടുന്ന് അങ്ങോട്ടെത്താൻ ഒരു അരമണിക്കൂർ, പിന്നെ അവിടുന്ന് ഒരു ചായ കുടിച്ച് 1 മണിക്കൂർ, പിന്നെ ഇങ്ങോട്ട് വീണ്ടും ഒരു അരമണിക്കൂർ, എല്ലാം കൂട്ടി ഒരു 2 മണിക്കൂർ കഴിയുമ്പോ നമ്മൾ വീണ്ടും കാണും അല്ലേ? അയ്യോ, ഇത് എന്തൊരു കണക്കൂട്ടല. ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നാ ഇതെല്ലാം തെറ്റിപ്പോവില്ലേ? വരാതിരിക്കട്ടെ, നിഖിലേട്ടൻ വരാൻ ഞാൻ കാത്തിരിക്കുക. അതെന്താ, ഞാൻ അത്രക്ക് പ്രധാനപ്പെട്ട ആളാണോ? താനെന്താ മിണ്ടാത്തത്? അവിടെ ഞാൻ VIP ആണോ? അതല്ല, എന്നാലും എന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വരുന്ന നിഖിലേട്ടൻ എനിക്ക് പ്രധാനപ്പെട്ട ആളാ. നിഖിലേട്ടൻ വന്നിട്ട് വേണം എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് അടിക്കാൻ. കുറെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്, അവളുമാരുടെയൊക്കെ വിചാരം ഞാനൊരു ഉഴപ്പിയാണെന്നാ. എല്ലാരും എനിക്ക് ഞെട്ടിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷെ മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിലേ തന്റെ ചെവി ഞാൻ പൊന്നാക്കും കേട്ടോ. അയ്യോ വേണ്ട, ഞാൻ പഠിച്ചോളാം സാറേ. പിന്നെ ഇവിടുത്തെ വിവരങ്ങൾ ഞാനിങ്ങനെ ചോർത്തി തരുന്ന കാര്യം ആരോടും പറയല്ലേ. വസുന്ധരാന്റി അറിഞ്ഞ് എന്നെ ശരിപ്പെടുത്തു. ഞാൻ ബോയ്സോട് സംസാരിക്കുന്നത് വസുന്ധരാന്റിക്ക് ഇഷ്ടമല്ല. പേടിയാണെങ്കിൽ ഇതൊക്കെ എന്തിനാ എന്നെ വിളിച്ചു പറയുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് എന്താ, ഞാൻ വിളിക്കുന്നത് നിഖിലേട്ടന് ഇഷ്ടപ്പെടുന്നില്ലേ? ക്ലാസ്സിൽ പഠിക്കുന്ന പെമ്പിള്ളേരെ വിളിക്കുന്നത് മാത്രമേ ഇഷ്ടമുള്ളോ? എത്ര പേരാ വിളിക്കുന്നേ? രേഷ്മ, അനീറ്റ, നന്ദന, ഹരിപ്രിയ, ഇഷ. ഈശ്വര, ഒറ്റ പ്രാവശ്യം കേട്ടപ്പോ തന്നെ താൻ എന്റെ ഫ്രണ്ട്സിന്റെ പേര് മുഴുവൻ പഠിച്ചാ? ക്ലാസ്സിൽ ഫസ്റ്റ് അടിക്കാൻ ഈ കഴിവ് ധാരാളമാണല്ലോ. ആദ്യം ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. ഞാൻ വിളിക്കുന്ന ഇഷ്ടല്ലേ? ഇഷ്ടമാണ്.
തന്റെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ്. കേട്ട് നിന്നാ സമയം പോകുന്ന അറിയേയില്ല. ആണോ? അതെ, വെരി സ്വീറ്റ് വോയിസ്. നിഖിലേടൻ സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നേ. ഇനിയിപ്പോ എന്നും കാണാലോ എന്ന് ഓർക്കുമ്പോ ഒരുപാട് സന്തോഷാ. എനിക്കും. എന്നെ ആദ്യമായിട്ട് ഏട്ടാന്ന് വിളിച്ചത് താനാ. അന്നു മുതല് എനിക്ക് തന്നോട് ഒരു അനിയത്തിയോട് തോന്നുന്ന വാത്സല്യം തോന്നിയിരുന്നു. നമുക്ക് വൈകിട്ട് നേരിട്ട് കാണാം മോളെ. മോളോ? ഇയാള് വലിയൊരു അമ്മ വന്നിരിക്കുന്നു. എങ്കിൽ പിന്നെ ഇനി ഒക്കെ തടുത്ത് വെച്ചോ. എന്നിട്ട് ഒരു കുപ്പിപ്പാലും കൂടി തന്നോ. യാമിനി ബേബി കുടിച്ചോളാം. അയ്യോ, ചന്ദ്രകാന്റിയും നിഖിലിനെയും എത്രയും വേഗം നമ്മുടെ വീട്ടിലാക്കിയിട്ട് എനിക്ക് മീറ്റിങ്ങിന് പോകണം. എന്തൊരു തിരക്കാ ഇത്. എന്റെ കാര്യത്തിന് ഇത്തിരി നേരം ചെലവഴിക്കുമ്പോ അതിൽ നിന്ന് തന്നെ സമയം വെട്ടിക്കുറയ്ക്കാൻ നോക്കുക. എന്റെ സമയത്തിന്റെ വില തനിക്ക് അറിയാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. സാറിന്റെ സമയത്തിന് എത്ര വില വരും? എന്തിനാ? എന്റെ ടൈം പർച്ചേസ് ചെയ്യാനാണോ? വേണ്ടി വന്നാ പർച്ചേസ് ചെയ്യും. സംശയമുണ്ടോ? അയ്യോ ഇല്ലേ, ഞാനൊരു എമൗണ്ട് പറഞ്ഞാ തനിക്ക് വേണ്ടി പാറു അതും ചെയ്യുമെന്ന് എനിക്കറിയാമേ. ആ, തനിക്ക് വിരോധമില്ലെങ്കിൽ തന്റെ വീട്ടുകാരോടൊന്ന് റെഡിയായിരിക്കാൻ പറ. നമുക്ക് അവരെ കൂട്ടി പെട്ടെന്ന് ഇറങ്ങാലോ. ഒരു വിരോധമില്ല. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. അയ്യോ, ചാർജ് തീർന്നല്ലോ. എല്ലാം അറിയാന്ന വിചാരം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഫോൺ ചാർജിന് വെക്കാൻ പോലും അറിയില്ല. ഒരാവശ്യത്തിന് ആരെങ്കിലും വിളിക്കേണ്ടി വന്നാ എന്ത് ചെയ്യുന്നെങ്കിലും ഓർക്കണ്ടേ? അതിനെനിക്ക് സാറിന്റെ ഫോൺ ഉപയോഗിക്കാലോ. ആ, ഭാര്യ ഫോൺ എടുക്കുമ്പോ ഇത്ര കൂളായിട്ട് ചിരിക്കണമെങ്കിൽ നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കണമല്ലോ. ആ, അതൊരു പുതിയ അറിവാണല്ലോ. ഞാൻ അത്ര നല്ലവനൊന്നും അല്ല. ആ, മുമ്പ് എന്റെ ഫോൺ നോക്കിയ അനുഭവം ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ടാവും ഇപ്പൊ മൊബൈൽ ഇതേ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ? ആ, എന്റെ രഹസ്യങ്ങളൊക്കെ എന്തിനാ മറ്റൊരാൾ അറിയുന്നത്? അത് ശരിയല്ലല്ലോ. ഫോണിങ്ങതാ, ഞാൻ ലോക്ക് അഴിച്ചു തരാം. ആ, അത് വേണ്ട. പാസ്വേഡ് പറ. ഛേ, അത് വേണ്ട. വേണം. നിങ്ങളുടെ പാസ്വേഡ് എനിക്ക് അറിയണം. നിർബന്ധമാണോ? ആ, അതെ. 1975. അതെന്താ അങ്ങനെ ഒരു പാസ്വേഡ്? അത് പിന്നെ അമ്മയുടെ ജന്മവർഷ. എനിക്ക് ജീവിതം തന്നത് അമ്മ ആയതുകൊണ്ട് ഞാനത് പാസ്വേഡ് ആക്കിയതാ. അതില് തെറ്റൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ എന്റെ പേര് പാസ്വേഡ് ആക്കണമെന്ന് ഞാൻ പറയൊന്നുമില്ല. ഓ, നീ പറഞ്ഞ ഉടനെ ഞാനങ്ങ് മാറ്റുമല്ലേ? വേഗം വീട്ടിൽ വിളിക്ക്. എന്നിട്ട് അവരോട് റെഡി ആയിരിക്കാൻ പറ. ആ. ലാസ്റ്റ് വിളിച്ചത് ആരെയാ? ആംഗ്രി ബേർഡോ? അതെന്താ, വല്ല സ്ഥാപനത്തിന്റെയും പേരാണോ? വെറും സ്ഥാപനമല്ല, അതൊരു പ്രസ്ഥാനമാ. അതേത് പ്രസ്ഥാനം? അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആംഗ്രി ബേർഡേ ഒരു സുന്ദരിയായ പെൺകുട്ടിയാ. ഓ പിന്നെ, സാറിന് ഒരു പെൺകുട്ടിയായും റിലേഷൻ ഇല്ലാന്നൊക്കെ എനിക്കറിയാം. അത് ശരി. എന്നാലും ആരുടെ നമ്പറാ ഇത്? അയ്യോ ദൈവമേ, ഇത് എന്റെ ഫോൺ നമ്പർ ആണല്ലോ. എന്റെ പേര് ഇങ്ങനെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നിനക്ക് പറ്റിയ പേര് അതാണെന്ന് എനിക്ക് തോന്നി. പറ്റില്ല, ഇപ്പൊ തന്നെ ഇത് മാറ്റണം. എനിക്ക് എന്റെ അമ്മ ഇട്ട പേരുണ്ട്. ചിരിക്കണ്ട. ഫ്രണ്ട് ആയിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു വാചകോടി. ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വന്ന ദേവതയാണത്രേ.